ഓ മുഅ്മിനീങ്ങളെ, സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം. സ്വലാത്തു ചൊല്ലാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല. അത്തഹിയ്യാത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യും. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അല്ലയോ നബിയായിട്ടുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങളെ അത്തഹിയ്യാത്തിൽ വെച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആ സലാം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കും എന്ന പ്രതീക്ഷയിൽ, കേൾക്കുന്നുണ്ടെന്ന ബോധ്യത്തോടെ സലാം പറഞ്ഞാൽ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭിവാദ്യമറിയിക്കുന്ന സലാമുള്ള ആരാധനയാണ്, അല്ലാഹുവിനുള്ള ഇബാദത്താണ്. പക്ഷേ ആ നിസ്കാരത്തിന്റെ അവസാനത്തിൽ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയുന്നു. അല്ലാഹു തആല നമ്മുടെ ഖൽബിൽ മഹബ്ബത്ത് നിറച്ചു തരട്ടെ. മുത്തുനബി തങ്ങളെ കാണാൻ പറ്റുന്നൊരു കണ്ണു വേണം, മുസാഫഹ ചെയ്യാൻ പറ്റുന്നൊരു കൈ വേണം, അവിടുത്തെ അടുത്തേക്ക് നടക്കാൻ പറ്റുന്നൊരു കാല് വേണം. തോന്നിവാസങ്ങൾ ചെയ്ത് കൈകൊണ്ട് ആ തിരുകരം എങ്ങനെ സ്പർശിക്കാനാണ്? അനാവശ്യങ്ങൾ കണ്ട കണ്ണുകൊണ്ട് അവിടുത്തെ തിരുമുഖത്തെങ്ങനെ നോക്കാനാണ്? അവിടുത്തെ ചാരത്ത് നിൽക്കണമെങ്കിൽ ഒരു പവിത്രത വേണ്ടേ, ഒരു പരിശുദ്ധി വേണ്ടേ? തങ്ങളെ സ്നേഹിക്കാൻ പരീക്ഷ നടത്തി ജയിച്ച കൽബ് കൊടുത്തപ്പോഴല്ലേ സ്വഹാബത്തായത്. ഇംതഹനല്ലാഹു ഖുലൂബഹും, അല്ലാഹു തആല പരീക്ഷ നടത്തി ജയിച്ച കൽബിന്റെ ഉടമകളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളായത്. ലോകത്തെ ഏറ്റവും വലിയ ബിരുദം സ്വഹാബി എന്ന ബിരുദമാണ്. അതിനെ വെല്ലാൻ ഒരു ബിരുദമില്ല. ആ ബിരുദത്തിന്റെ യോഗ്യത എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പങ്കെടുത്തു എന്ന ഒറ്റ യോഗ്യതയാണ്. അതല്ലേ അവിടുത്തെ പ്രഭാവത്തിന്റെ മൂല്യം, അതല്ലേ അവിടുത്തെ നൂറിന്റെ സ്വാധീനം. അല്ലാഹുവേ, അവിടുത്തേക്ക് പൊരുത്തമുള്ളവരിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നൽകണേ അല്ലാഹ്. ആ മഹബ്ബത്ത് നേടാനുള്ള ഒരൊറ്റ വഴി ഇക്സാറുസ് സ്വലാത്തി അലാ സയ്യിദിസ് സാദാത്ത്, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, എല്ലാ വെള്ളിയാഴ്ച രാവും ഇവിടെ സ്വലാത്ത് നടക്കുന്നുണ്ട്. ഇവിടുത്തെ നിങ്ങളുടെ ആദരണീയരായ ഉസ്താദ്, ബഹുമാനപ്പെട്ട അഹ്സനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന സ്വലാത്തിൽ നിങ്ങൾ എല്ലാവരും സംബന്ധിക്കണം. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ പരിചയമുള്ളവരും ആത്മബന്ധമുള്ളവരും എന്ന വ്യക്തിബന്ധത്തിലുപരി കേരളത്തിലും കർണാടകയിലും ആയിരക്കണക്കിന് വലിയ വലിയ ആലിമീങ്ങൾക്ക് ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ ഇജാസത്ത് നൽകിയ, ആ സ്വലാത്തിന്റെ ശൈഖായി കേരളത്തിലും കർണാടകയിലുമൊക്കെ അറിയപ്പെടുന്ന മഹാനായ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ കുടുംബക്കാരനാണ്. സ്വലാത്തിന്റെ തറവാട്ടിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്. അവരാണ് ഇവിടെ സ്വലാത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സ്വലാത്തിന് സംബന്ധിക്കണം. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ 1.5 മാസം മുമ്പ് അവിടുന്ന് ബഹുമാനപ്പെട്ട ദലായിലുൽ ഖൈറാത്ത് എഴുതി ലോകത്തിന് സമർപ്പിച്ച മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മൊറോക്കോയിലെ മറാക്കിഷിൽ ഞങ്ങൾ ചെന്നു. മാഷാ അല്ലാഹ്,
അവിടുന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി തങ്ങളുടെ പേരക്കുട്ടി അബ്ദുറഹ്മാൻ എന്നവരെ കണ്ടു. ശൈഖ് അബ്ദുറഹ്മാൻ മഹാനവറുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ടവരെ ഇന്ന് മറമാടിയ സ്ഥലത്ത് നിന്ന് എത്രയോ കിലോമീറ്റർ അപ്പുറം ഫാസ് പട്ടണത്തിന്റെ അടുത്താണ് ബഹുമാനപ്പെട്ടവരെ മറമാടിയിരുന്നത്. പള്ളിയുടെ നിർമ്മാണ വികസനത്തിന് വേണ്ടി അവിടെ ഖബറിങ്ങനെ തുറക്കുമ്പോൾ കാലങ്ങൾ മുമ്പ് മറമാടിയ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി തങ്ങളുടെ ശരീരത്തിന് യാതൊരു ഭാവപ്പകർച്ചയും ഇല്ല. നല്ല ഇപ്പോഴങ്ങ് കബറടക്കിയതുപോലെ കിടക്കുകയാണ്. നല്ല വെളുത്ത ശരീരമുള്ള ആളാണ്. അപ്പോൾ മെല്ലെ കൈയൊന്ന് അമർത്തി നോക്കിയപ്പോൾ രക്തം പോലും നീങ്ങുന്നത് പോലെ പച്ചയോടെ കിടക്കുന്നു. കാലങ്ങൾ ഖബറിൽ കിടന്നിട്ടും ഒരു ഭാവമാറ്റമില്ലാതെ മഹാനവറുകളെ ലഭിച്ചു. കിലോമീറ്ററുകൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഫാസിൽ നിന്ന് മറാകിഷിൽ കൊണ്ടുവന്ന് മഹാനവറുകളെ മറമാടി. അവിടെയാണ് ഇന്ന് ജനങ്ങൾ പോയി സിയാറത്ത് ചെയ്യുന്നത്. മാഷാ അല്ലാഹ്. സ്വലാത്ത് കൊണ്ട് ലോകം മുഴുവനും നിറച്ച വലിയ മഹാനാണ് മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി. മറാകിഷിന്റെ പ്രത്യേകത എന്താണ്? 7 മഹാന്മാർ അവിടെ വിശ്രമിക്കുന്നുണ്ട്. സബഅത്തു റിജാൽ എന്നറിയപ്പെടുന്ന മഹാന്മാർ. അവരിൽ പ്രസിദ്ധരായ ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ബഹുമാനപ്പെട്ടവര് തന്നെയാണ്. മറ്റൊന്നാരാണ്? സാഹിബു ശിഫാ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു. അവരുടെ മുമ്പിലൊക്കെ ചെല്ലുമ്പോഴുള്ള പ്രൗഢി എത്ര വലുതാണ്! ലോകം മുഴുവനും മഹബ്ബത്ത് കൊണ്ട് നിറച്ച മഹാനല്ലേ. ലൗല ശിഫാ ലമാ ഉരിഫൽ മുസ്തഫ ലൗലൽ ഇയാദ് ലമാ ഉരിഫൽ മഗ്റബ് എന്നറിയപ്പെട്ട മഹാനാണ്. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് മറാകിഷിലാണ്. അവിടെ നിന്ന് നടന്നു പോകാനേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി തങ്ങളുടെ അടുക്കലേക്ക് ആ മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അതേ സ്ഥലത്തു തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത്. മൊറോക്കോയിലാണ്. ആരാണ് ഇബ്രാഹിം അദ്ദസൂഖി തങ്ങൾ? സ്വലാത്തുൽ ഫാത്തിഹ എഴുതിയ മഹാനാണ്. അതേ മൊറോക്കോ എന്ന രാജ്യത്തു തന്നെയാണ്. എവിടെയാണ്? അതാ മൊറോക്കോയിൽ റബാത്തിൽ നിന്ന് ജബൽ അൽമിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുസ്സലാം ബിൻ ബിശ്ശീഷ് റളിയല്ലാഹു തആല അൻഹു അവിടെയാണ് വിശ്രമിക്കുന്നത്. മഹാനവറുകൾക്ക് അറിയപ്പെട്ട ഒറ്റ മുരീദേ ഉള്ളൂ. ആ മുരീദാരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ എവിടെയാണ് വിശ്രമിക്കുന്നത്? കൈറോയിൽ നിന്ന് 1000 കിലോമീറ്റർ ദൂരെയുള്ള ഹുമൈസറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹുമൈസറയിൽ ശാദുലി ഇമാമിനെ കാണാനല്ലാതെ ആരും അവിടേക്ക് പോകുന്നില്ല. ആ ഹുമൈസറയിൽ ചെന്നാൽ രാജപ്രൗഢിയോടെ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ശാദുലി തങ്ങള് ലോകത്തെ വിളിച്ചത് സ്വലാത്തിലൂടെയാണ്. ഇബ്രാഹിം അദ്ദസൂഖി തങ്ങള് ലോകത്തെ വിളിച്ചത് സ്വലാത്തിലൂടെയാണ്. ഫസിൽ വിശ്രമം കൊള്ളുകയാണ്. അതേ അബ്ദുസ്സലാം തങ്ങൾ ലോകത്തെ വിളിച്ചത് സ്വലാത്തിലൂടെയാണ്. അതാണ് സ്വലാത്തുൽ ബിശ്ശീഷിയ അല്ലെങ്കിൽ സ്വലാത്തുൽ ബശ്ശീഷിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്ത് നമ്മൾ ചൊല്ലാറില്ലേ? എല്ലാവരും ജയിക്കാനുള്ള വഴി കണ്ടത് സ്വലാത്തിലൂടെയാണ്. അമ്മസ്സലാത്തു അലൻ നബി ഫസീറത്തുൻ മർദിയത്തുൻ തുംഹാ ബിഹൽ ആസാമു. അല്ലാഹു തആല നമ്മുടെയൊക്കെ ഖൽബ് നന്നാക്കി തരട്ടെ, ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരു 11 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين.